ചാർത്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അവിടെ സംസാരിക്കാണ്ടായിരുന്ന ദൈവമാണ്, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാട്ടുകള്ളന്മാരുമായിട്ടാണ്. അതുകൊണ്ട് ഇതുകൊണ്ടൊരു തീരുമാനം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. തുടക്കത്തിൽ മരിയ ചേച്ചി പറഞ്ഞു ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എപ്പോഴൊക്കെ കൂടിയിട്ടുണ്ടോ അതൊക്കെ ചരിത്രമാണ്. ഈ 7 വർഷത്തിനകം ഇതൊരു ചരിത്ര നിമിഷം, ഇതൊരു ചരിത്ര നിമിഷം എന്ന് പറഞ്ഞ് എത്ര ചരിത്ര നിമിഷങ്ങൾ നമ്മൾ കണ്ടു. അതുകൊണ്ട് കണ്ടറിഞ്ഞാൽ മാത്രം വിശ്വസിക്കാം എന്നല്ലാതെ ഒരു മീറ്റിങ്ങിലും എനിക്ക് പ്രതീക്ഷയില്ല. എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് സമാധാനം ഉണ്ടാകണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ 1500 പേര് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ 2.5 കിലോമീറ്റർ അപ്പുറത്താണ് ബസിലിക്ക. നമുക്ക് രാവിലെ അങ്ങോട്ട് പോകാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ? അവിടെ ഒരു 30 പേര് കിടന്ന് കുരയ്ക്കുമ്പോൾ ഇപ്പുറത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടടാ എന്ന് പറയാനുള്ള കരുത്തില്ലാഞ്ഞിട്ടാണോ? പിന്നെ എന്തിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവർ, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയാൽ അവിടെ ഒരു കലാപം ഉണ്ടാകും, അതെനിക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ ഇപ്പോൾ അവിടെ ഉണ്ടാകേണ്ടത് കലാപമല്ല, മറിച്ച് വർഷങ്ങൾക്ക് ശേഷം നയാമികമായ അധികാരമുള്ള ഒരു പ്രസ്ബിറ്ററി കൗൺസിൽ കൂടുമ്പോൾ ആ മീറ്റിംഗിലെ ഓരോ വാക്കുകൾക്കും വിലയുണ്ടെന്നുള്ളതാണ്. ആ മീറ്റിംഗ് ഏറ്റവും അവസാനം നടന്നത് ആൻഡ്രൂസ് പിതാവിന്റെ കാലത്താണ്. ആ മീറ്റിംഗ് പൂർത്തിയാക്കാതെ ആൻഡ്രൂസ് പിതാവ് ഇറങ്ങിപ്പോയൊരു മീറ്റിംഗ് ആണ്. കാലങ്ങൾക്ക് ശേഷം മേജർ ആർച്ച് ബിഷപ്പും പാംബ്ലാനിയും വീണ്ടും ഒരു പ്രസ്ബിറ്ററി കൗൺസിൽ വിളിച്ചു കൂട്ടുമ്പോൾ അത് പൂർണ്ണമായും തടസ്സമില്ലാതെ നടക്കേണ്ടതും നടത്തി കൊടുക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കരുത്തില്ലാഞ്ഞിട്ടല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, മറിച്ച് വിവേകത്തിന്റെ പേരിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ആ വിവേകം കാണിക്കുന്നത് കൊണ്ടാണ് അവരും നമ്മളും വ്യത്യസ്തരായിരിക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ കുറച്ച് അച്ഛന്മാരെ കാണുന്നുണ്ട്. ജോൺസൺ അലമൂടി അച്ഛനുണ്ട്, ബിബിൻ മുളവരിക്കൽ അച്ഛനുണ്ട്, തേങ്ങാത്തൻ അച്ഛനുണ്ട്, പീറ്റർ കാഞ്ഞിരക്കട്ടീരിനെ കാണുന്നുണ്ട്, ജോഷി പുതുശ്ശേരിനെ കാണുന്നുണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അവരുടെ എല്ലാവരുടെയും മനസ്സ് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. ഇവിടെ നിൽക്കുമ്പോ വേദിയിലും സദസ്സിലും എന്റെ ചുറ്റും നിൽക്കുന്നത് അൽമായരാണ്. എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഐ ഫീൽ സോ ഹംബിൾ, വളരെ വിനയാന്വിതനാകുന്നതായിട്ട്, ഭയങ്കര കൃതാർത്ഥനായിട്ട്, അതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു പൊതിഞ്ഞു പിടിച്ച സ്നേഹം എനിക്ക് ചുറ്റും നിൽക്കുന്നത് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറയാൻ കാര്യം, ഇന്നലെ രാത്രി 10 മണിക്ക് ഷൈജു ചേട്ടൻ്റെ ഒരു കോൾ എനിക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛ, നമ്മുടെ എല്ലാ അച്ഛന്മാരും പ്രസ്ബിറ്ററി കൗൺസിലിനകത്താണ്, സംസാരിക്കാൻ ശേഷിയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന എല്ലാവരും അതിനകത്തുണ്ട്, അവരതിനകത്ത് ഉണ്ടാകേണ്ടവരാണ്. പക്ഷെ അച്ഛൻ, നമ്മുടെ അൽമായരുടെ മീറ്റിംഗ് നടക്കുമ്പോൾ ഈ വാക്കാണ് ഷൈജേട്ടൻ പറഞ്ഞത്, അവരെ ഒന്ന് ഉത്തേജിപ്പിക്കാനായിട്ട് നിതിനച്ഛൻ വരണം. നമുക്ക് പൊന്നു ഷൈജേട്ടൻ എന്ത് വാക്കാണ് ഈ പറയണത്? എനിക്കറിയാൻ മേലെ എങ്ങനെയാണ് ഉത്തേജിപ്പിക്കേണ്ടതെന്ന്. പക്ഷെ ഇന്ന് രാവിലെ 9:45 എനിക്ക് ഏറ്റവും അവസാനമായിട്ട് ഉത്തേജനം കിട്ടിയത്. ഞാൻ മുണ്ടാടനച്ഛനെയും കൊണ്ട് നേരെ നമ്മുടെ അരമനയിലേക്ക് പോകുമ്പോൾ മാർപ്പാപ്പയുടെ വലിയ ഫ്ലെക്സ് പിടിച്ചുകൊണ്ട് ഒരു 19 പേര് അവിടെ കൂടിയിട്ടുണ്ട്. നമ്മുടെ മൊട്ടക്കുര്യാക്കോസും ടീമുകളൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണമെന്ന് മുണ്ടാടനച്ഛനും പാംബ്ലാനി പിതാവും ഈ മീറ്റിംഗ് നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ ഒരു കൂട്ടം, ബോധവും വെളിവില്ലാത്തവരാണ്, നമുക്ക് അറിയാലോ, എന്തിനും റെഡിയായി നിൽക്കാണ്. അവിടെ 4-5 ചെറുപ്പക്കാരായ പോലീസുകാർ മാത്രമുണ്ട്. ഞങ്ങളെ കണ്ടതും, ഫ്രണ്ടിലിരിക്കുന്ന മുണ്ടാടനച്ഛനെ കണ്ടതും പിന്നെ എന്നെ കണ്ടതും, എടാ പനവേലി കള്ള മുണ്ടാട എന്നും പറഞ്ഞിട്ടാണ് എന്നെ വരവേറ്റത്. ഇതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഉത്തേജനം. എന്റെ പ്രിയപ്പെട്ടവർ, 6-7 കൊല്ലമായിട്ട് നമ്മളിത് കേൾക്കുന്നതല്ലേ. ഞാൻ പട്ടം മേടിച്ചത് 2018 6 വർഷം പിന്നിട്ട് 7ാമത്തെ വർഷമായി. നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടോ അത്രയും തന്നെ പഴക്കമുണ്ട്. അതായത് സമാധാനത്തിലുള്ള ഒരു അതിരൂപത സംവിധാനം കണ്ടിട്ടില്ല. ഈ പ്രശ്നത്തിലും പോർമുഖത്തേക്കുമാണ് ഞങ്ങൾ ഓരോരുത്തരും പിറന്നു വീണത് തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ ഓർക്കുമ്പോ ഇന്നൊരു അവധി ദിവസം അല്ലാതിരുന്നിട്ട് കൂടി നിങ്ങൾ കുടുംബമുള്ളവരല്ലേ, ഭാര്യ മക്കളുള്ളവരല്ലേ, ജോലിയുള്ളവരല്ലേ, എന്നിട്ടും നിങ്ങൾ ഇത്രയും പേരൊരു ഒറ്റ വിളിയിൽ ഇവിടെ വന്നിരിപ്പുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിനേക്കാളും പ്രധാനപ്പെട്ട എന്റെ അതിരൂപത കുടുംബം എന്ന ബോധം നിങ്ങൾക്കുള്ളതുകൊണ്ടാണ്. എന്റെ സ്നേഹമുള്ളവരെ, നമ്മുടെ ബെനഫിറ്റ് ഇതാണ്. ഇതുപോലെ എന്റേതെന്ന് പറഞ്ഞ് ഒരു രൂപതയെ ചേർത്ത് പിടിക്കുന്ന അൽമായരെ നിങ്ങൾക്ക് എവിടെ കിട്ടും? നിങ്ങൾ കണ്ടേക്കാം, അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലോ ചങ്ങനാശ്ശേരിയിലോ പാലായിലോ ഒക്കെ നടക്കുന്ന മീറ്റിങ്ങുകളിൽ നിലവിളക്കിൽ ഒരു തിരി കൂടി കൊളുത്താനായിട്ട് ഒരു അൽമായരെ നിങ്ങൾക്ക് കണ്ടേക്കാം. ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ അൽമായർ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് ഒരു കസേര നീക്കിയിട്ട് കൊടുക്കണം നിങ്ങൾ കണ്ടേക്കാം. ഏതെങ്കിലും ഫോട്ടോയിൽ നിങ്ങൾ കണ്ടേക്കാം. അങ്ങനെ വെറുതെ പേരിന് കൊണ്ടിരിക്കുന്നവരല്ല എന്നുള്ളതാണ് ഇവിടുത്തെ അൽമായരുടെ പ്രസക്തി. നേരത്തെ ബിരുചേട്ടൻ പള്ളിയോഗത്തിന്റെ പ്രസക്തിയെ പറ്റി പറഞ്ഞു.
തീർച്ചയാണ് അന്ന് അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരുന്നത് പള്ളിയോഗമാണ്. ഒരു വൈദിക വിദ്യാർത്ഥി പരിശീലനം പൂർത്തിയാക്കിയാൽ അവന് പട്ടം കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ ഇടവകയിലെ പള്ളിയോഗമാണ്. അവിടുത്തെ സമ്പത്ത് കൈകാര്യം ചെയ്തിരുന്നത് പള്ളിയോഗമാണ്. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ ആത്മീയ കാര്യങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ പാരമ്പര്യങ്ങളും പഴയതുമൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്ന് വാശി പിടിക്കുന്നവർ ഈ പള്ളിയോഗത്തിന്റെ പ്രസക്തി കൊണ്ടുവരുവോ? അൽമായർക്ക് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കണമെന്ന് പറയുവോ? അൽമായർക്ക് ഇവിടെ ഈക്വൽ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള റോൾ ഉണ്ടെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുവോ? ഇല്ല, അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. സ്നേഹം നിറഞ്ഞവരെ, അതുകൊണ്ട് തന്നെ അൽമായരുടെ റോൾ എന്താണെന്നും എന്താകണമെന്നും വ്യക്തമായ ബോധമുള്ള ഒരു ജനത എറണാകുളത്ത് 7-8 വർഷം കൊണ്ട് രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തി. ഒന്നാമത്തെ ഒരു ചോദ്യമുണ്ട്, ഇന്ന് നമ്മൾ എന്തിനാണ് ഇവിടെ? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇത്രയും പേരിവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. രണ്ടാമത്തെ കാര്യം, ഈ സഭയിൽ നമ്മൾ ഇത്രയും കാലം ഒരുമിച്ച് കൂടിയതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒത്തുകൂടിയവരാണ്, അല്ലെങ്കിൽ ചെറുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഡിഫെൻസീവായിട്ടാണ്. പക്ഷേ ഈ രൂപത മുന്നോട്ട് പോകുമ്പോ ഇവിടെ ഈ അൽമായർ ഇനിയും തുടരണം എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ മീറ്റിംഗ്. ഇനി മൂന്നാമത് എന്തിനാണ് ഈ മീറ്റിംഗ്? ഒരു 2.5 കിലോമീറ്റർ അപ്പുറത്ത് അവിടെ നമ്മൾ കാത്തിരുന്ന ഒരു പ്രസ്ബിറ്ററി കൗൺസിൽ നടക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും മുട കാണിച്ച ഇടപെടുമെന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും സ്നേഹമുള്ളവരെ, നമ്മൾ കൂടുന്നതെല്ലാം ചരിത്രമാണ്, ഇനി സൃഷ്ടിക്കാൻ പോകുന്നത് ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അൽമായ ജനതയെ കേരളത്തിലെ മറ്റു രൂപതകളിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതിന്റെ കാരണം, ഇന്ന് നിങ്ങൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വൈകിട്ട് നിങ്ങൾക്ക് 500 രൂപയും ബിരിയാണിയും ഒരു കുപ്പിയും തരാന്ന് പറഞ്ഞിട്ടല്ലല്ലോ, അല്ലെ? അതല്ലാതെ ഒത്തുകൂടുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കോസ് ഉണ്ട്, അതിൽ നീതിയുണ്ട്, അതിൽ സത്യമുണ്ട്, അതിൽ ക്രിസ്തു ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഈ പോരാട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. പോയേ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ ആകെയുള്ളത്, നമ്മുടെ കയ്യിൽ അധികാരമില്ല, നമ്മുടെ കയ്യിൽ പണമില്ല, പക്ഷെ നമ്മുടെ കൂടെ സത്യമുണ്ടെന്നുള്ളത്, നമ്മുടെ കൂടെ നീതി ഉണ്ടെന്നുള്ളത്, നമ്മുടെ കൂടെ ക്രിസ്തു ഉണ്ടെന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുള്ള ഏക കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് കൊണ്ടാണ് ഈ 7 കൊല്ലം കൊണ്ട് ഈ പറഞ്ഞ സിനഡിനെയും ഈ പറയുന്ന പിതാക്കന്മാരെയും ബാക്കി ഇത്ര രൂപതകളെയും ഇപ്പോഴും വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തിന് എത്തിയിട്ടില്ലല്ലോ, അവർക്ക് സമാധാനത്തിന് ഭരിക്കാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിച്ചേ, ഈ ആൻഡ്രൂസ് പിതാവ്, അദ്ദേഹത്തിന് ദൈവത്തെ പേടിയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം ദൈവത്തിന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആരെങ്കിലും പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ അൽമായരുടെ മുമ്പിൽ മാത്രമാണ്. സ്നേഹമുള്ളവരെ, അത് ബാക്കി എല്ലാവരെയും പേടിപ്പിക്കാൻ പറ്റും. അച്ഛന്മാരെ വരട്ടാൻ പറ്റും, അച്ഛന്മാരുടെ മാതാപിതാക്കളെ വിളിച്ച് വരട്ടാൻ പറ്റും, ഇത്ര ദിവസങ്ങളുള്ളിൽ നിന്നെ അവിടെ നിന്ന് മാറ്റുമെന്ന് പറയാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് ആൻഡ്രൂസ് പിതാവ് പല സ്ഥലങ്ങളിലും നേടിയതും വിജയിച്ചതും ഇതുവരെ എത്തിയതും. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ വിലപ്പോയില്ല? കാരണം ഉണ്ണാക്കന്മാരല്ലാത്ത ബോധമുള്ള ഒരു വിശ്വാസ സമൂഹം ഇവിടെ ഉള്ളത് കൊണ്ടും അവര് ചോദ്യം ചെയ്യുമെന്നുള്ളത് കൊണ്ടും അവര് പ്രതികരിക്കും എന്നുള്ളത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഭാഗം ഇല്ലെങ്കിൽ ഇവിടെ അനാർക്കിസമല്ലേ ഉണ്ടാവുക, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഓഡിറ്റ് ചെയ്യാൻ ആരുമില്ല, ചോദ്യം ചെയ്യാൻ ആരുമില്ല, ട്രാൻസ്പെറൻസിനെ പറ്റി വാദിക്കാൻ ആരുമില്ല, എങ്കിൽ ഇവിടെ എന്തുണ്ടാകും? ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത് നമുക്കറിയാലോ. എത്രയെത്ര കമ്മീഷൻ റിപ്പോർട്ടുകൾ തമസ്കരിച്ചു, പുറലോകം കണ്ടിട്ടില്ല, ചുട്ടരിച്ചു. എത്ര റിപ്പോർട്ടുകൾ സിനഡിന്റെ ഉള്ളിൽ തന്നെ കത്തിച്ചു കളഞ്ഞു, എത്ര എണ്ണം ഡിലീറ്റ് ചെയ്ത് ചവറ്റുകുട്ടയിലേക്ക് ഇട്ടു. ഇത്തരത്തിൽ അനീതി കൊണ്ടുപോകുന്ന ഒരു സിനഡിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ സിനഡാണ് സ്നേഹമുള്ളവരെ ഈ സമയത്ത് ഈ സഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പണ്ടൊരു കഥയാണ് ഓർമ്മ വരുന്നത്. ഒരു പൂജാരി, അദ്ദേഹത്തിന്റെ വീട്ടിൽ പൂജ ചെയ്യുന്ന മുറിയുണ്ട്. ആ മുറിയിൽ അദ്ദേഹം പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലെ വളർത്തു പൂച്ച വരും. എന്നിട്ട് ഈ പൂജാമുറിയിൽ കയറി ഈ പാത്രങ്ങളുടെ ഇടയിൽ കൂടിയ ഓടും. ഇങ്ങേർക്ക് മര്യാദയ്ക്ക് പൂജ ചെയ്യാൻ പറ്റുന്നില്ല, പല വഴി നോക്കിയിട്ട് രക്ഷയില്ല. അവസാനം ഈ പൂജാരി ഒരു കാര്യം തീരുമാനിച്ചു, ഈ പൂജയുടെ സമയത്ത് പൂച്ചയെ അപ്പുറത്ത് തൂണുമേൽ കെട്ടിയിടുക. പുള്ളി കെട്ടിയിട്ടു. അപ്പൊ പുള്ളിക്ക് കുഴപ്പമില്ലാതെ പൂജ ചെയ്യാൻ പറ്റി. അങ്ങനെ എല്ലാ തവണകളിലും പുള്ളി അങ്ങനെ തന്നെ പൂജ ചെയ്തു. കുറെ കഴിഞ്ഞപ്പോ ഈ പൂജാരി മരിച്ചു, കുറെ കഴിഞ്ഞപ്പോ ഈ പൂച്ചയും മരിച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തു? നമ്മുടെ ഗുരു പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു അനുഷ്ഠാനം കൂടെ നടത്തിയിരുന്നു, പൂച്ചയെ കെട്ടിയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഇവരും പൂച്ചയെ കെട്ടാൻ തുടങ്ങി. പൂച്ച ചത്തുപോയി. പിന്നെ പുറത്തുനിന്ന് വേറെ പൂച്ചനെ മേടിച്ചു കൊണ്ടുവന്നിട്ട് കെട്ടിയിടാൻ തുടങ്ങി. പോകെ പോകെ എന്തിനാണ് ഈ പരിപാടി എന്നുള്ളത് തന്നെ മീനിങ് നഷ്ടപ്പെടുന്ന അവസ്ഥ.
അതായത് ഇന്നലെ ചെയ്തൊരു അബദ്ധം ഇന്നത്തെ ആചാരം നാളത്തെ ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നത് പോലെ എന്തിനാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് ഒരു ബോധവും വെളിവോ ഇല്ലാത്ത പാരമ്പര്യവാദം മാത്രം തലക്കി പിടിച്ച ഏതാനും പേർക്ക് തീരെഴുതി കൊടുക്കേണ്ടതല്ല സീറോ മലബാർ സഭ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അവരിനിയും വരട്ട് പാരമ്പര്യവാദം പറയും, അവരിനിയും പഴയ കൽതായ സംഭവങ്ങളെല്ലാം കുത്തിപ്പൊക്കി പക്ഷേ അപ്പോഴൊക്കെ ഈ സഭ എന്ന് പറയുന്നത്, നേരത്തെ ബിജുചേട്ടനൊക്കെ പറഞ്ഞതുപോലെ, ഇവിടെ ഒരു കേരള സഭയുണ്ടായിരുന്നു, ഒരു തനത് സഭയുണ്ടായിരുന്നു, ആർക്കും പേരെഴുതി കൊടുക്കപ്പെടാത്തൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. അവിടേക്ക് പലരും വന്ന് കയറി ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾ അവരുടെ അടിമകളാണെന്ന് പറയാൻ പാടില്ല. ഇവിടെ ഉണ്ടാകേണ്ടത് തനത് വ്യക്തിത്വം പേറുന്ന ഒരു ഭാരത സഭയാകണമെന്ന് സ്വപ്നം കണ്ട പാറേക്കാട്ട് പിതാവിന്റെ രൂപതയാണിത്. സ്നേഹം നിറഞ്ഞവരെ, അതുകൊണ്ട് അവര് പ്രബലരായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, പണ്ടത്തെ പോലെയല്ല. അവര് പ്രബലരായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ലിറ്റർജി എന്ന പേരിലും മറ്റു പല നൂലാമാലകളുടെ പേരിലും ഇത്തരം അർത്ഥമില്ലാത്ത അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പാരമ്പര്യങ്ങളും കൊണ്ട് കെട്ടുപോകേണ്ട സഭയല്ല നമ്മളെന്ന് ഉറക്കെ പറയാൻ ഇപ്പുറത്തൊരു എറണാകുളം രൂപത നമുക്ക് വേണം. സ്നേഹം നിറഞ്ഞവരെ, ആ പ്രതിപക്ഷമാണ് നമ്മൾ. ഞാൻ ഇവിടെ നിന്നപ്പോ നമ്മുടെ മാതാമാതിരി തിയേറ്ററിന്റെ വക്കച്ചേട്ടനുണ്ട്. വക്കച്ചന്റെ ഒരു ചേട്ടാ എങ്ങനെ പോണു കാര്യങ്ങള്? അപ്പൊ വക്കച്ചേട്ടൻ പറഞ്ഞു, അച്ഛ തുടരും സിനിമ വന്നുകൊണ്ട് ഞങ്ങൾ തിയേറ്റർ മുതലാളിമാരുടെ കുറെ കടങ്ങളൊക്കെ മാറിക്കിട്ടി, ഞങ്ങൾ ഏറെക്കുറെ രക്ഷപ്പെട്ടു. ഞാൻ ആ സിനിമയെ പറ്റി ഒന്ന് ചിന്തിക്കുകയായിരുന്നു. തുടരും എന്ന് പറയുന്ന മോഹൻലാലിന്റെ സിനിമ. ആ സിനിമയുടെ ടൈറ്റിൽ കാണിക്കുമ്പോൾ മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുമ്പോൾ ഒരു ഒറ്റയാനെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ഈ സിനിമ പോകുമ്പോൾ അദ്ദേഹത്തിന് കുടുംബത്തിനേറ്റൊരു പരിക്ക്, അതിൽ കടന്നുകൂടി ഒരു പുഴുക്കുത്ത്, അത് കയറി വരുമ്പോ അവസാനം പിടിവിട്ടു പോയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നിന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞതല്ലേടാ ഒറ്റയാൻ വീണ്ടും കാട് കയറിയെന്ന്. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സീറോ മലബാർ സഭയില് ബാക്കി എല്ലാ അതിരൂപതകളോടും രൂപതകളോടും മെത്രാന്മാരോടും സിനഡിനോടും തന്നെ നമ്മൾ വീണ്ടും പറയും, നിന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞതല്ലേടാ ഒറ്റയാൻ വീണ്ടും കാടിറങ്ങുമെന്ന്. ഈ ഒറ്റയാനാണ് പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപത. ഒറ്റയാൻ എന്തെല്ലാം പൊട്ടൻസി ഉണ്ട്, എന്ത് പവർ ഉണ്ടെന്ന് ഒറ്റയാൻ അറിയാം. ആ ഒറ്റയാൻ രണ്ടും കൽപ്പിച്ച് കാടിറങ്ങിയ അത് പിന്നെ ഇറങ്ങിയതാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ ഒറ്റയാനായി നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത ഈ സഭയുടെ തിലകക്കുറിയാണ്. നാളത്തെ സഭയുടെ ദിശാബോധമാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന അൽമായര് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. ഇനി നാളത്തെ സഭ എന്ന് പറയുന്നത് ഈ അൽമായരുടെ പ്രാതിനിധ്യം അത്രമേൽ ഉണ്ടാകേണ്ട, അവരുടെ വാക്കുകളെ കേൾക്കേണ്ട, അവരോടൊത്ത് സഞ്ചരിക്കേണ്ട ഒരു സഭയായിരിക്കണമെന്നാണ്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ നാളെ തീർന്നാൽ അൽമായ മുന്നേറ്റം ഇല്ലാണ്ടായി പോകുമോ? പോകണോ? ഇല്ല. ഇവിടെ അൽമായ മുന്നേറ്റം ഉണ്ടാകണം. അതിൽ നിന്ന് വാർന്നു വീഴുന്ന, അതിനാൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന, അതിലൂടെ പരിരക്ഷിക്കപ്പെടുന്ന ഒരു സഭ ഇവിടെ ഉണ്ടാകണം. സ്നേഹം നിറഞ്ഞവരെ, ആ നാളത്തെ സഭയുടെ നാഴികക്കല്ലാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവേശം കൊണ്ട് കൂടിയതല്ല, നമ്മള് ബോധ്യം കൊണ്ട് കൂടിയതാണ്, അർത്ഥം കൊണ്ട് കൂടിയതാണ്. അതങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഉത്തേജനം കൊടുക്കണമെന്നാണ് എന്നോട് ഷൈജു ചേട്ടൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞ് ഇത്രയും പേരെന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഉത്തേജിക്കപ്പെടുന്നത് ഞാനല്ലേ, അല്ലേ? സ്നേഹം നിറഞ്ഞവരെ, ഈ അൽമായ ജനതയാണ് ഈ അതിരൂപതയുടെ ഉത്തേജനം. ഇനി എന്തൊക്കെ പുഴുക്കുത്തുകൾ നാളെ ഉണ്ടായാലും അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ജനാഭിമുഖ കുർബാന ഇവിടെ നഷ്ടപ്പെട്ടുകൂടാം. നമ്മുടെ ചെറുത്തുനിൽപ്പ് അതിനു വേണ്ടി കൂടിയാണ്. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ അച്ഛന്മാരുടെ മീറ്റിംഗിൽ കുർബാനയെ പറ്റിയുള്ള ചർച്ചയ്ക്ക് മുമ്പ് തന്നെ ക്യൂരിയെ പുറത്താക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് മതി എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ മീറ്റിംഗിൽ ഇരിക്കുന്നത്. നമ്മൾ പറയുന്നത് ഇവിടെ ജനാഭിമുഖ കുർബാന വേണമെന്ന് പറയുന്നത് അതൊരു സ്വത്വബോധം കൂടിയാണ്. ഈ സഭ ഒരു കൽതായ സഭയല്ല, ഈ സഭ പാരമ്പര്യത്തിന് അടിമവയ്ക്കേണ്ട സഭയല്ല, മറിച്ച് മുന്നോട്ട് പോകേണ്ട, പ്രോഗ്രസീവായ ലോകത്ത് നോക്കി കാണേണ്ട, രണ്ടാം വത്തിക്കൻ കൗൺസിൽ പറഞ്ഞതുപോലെ ജനങ്ങളുടെ കൂടെ നടക്കുന്ന, ജനങ്ങളിലേക്ക് മുഖം തിരിക്കുന്ന, ജനത്തിന്റെ കണ്ണുകളിൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ഒരു സഭ. അതിന് ഈ ജനാഭിമുഖ കുർബാന ഇവിടെ വേണം. സ്നേഹം നിറഞ്ഞവരെ, ലിറ്റർജിയുടെ ഇഷ്യൂ മാത്രമല്ല, ഇതൊരു നിലപാടിന്റെ ഇഷ്യൂ ആണ്, ഇതൊരു രാഷ്ട്രീയത്തിന്റെ ഇഷ്യൂ ആണ്, ഇതൊരു ബോധ്യത്തിന്റെ ഇഷ്യൂ കൂടിയാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, 15 മിനിറ്റിന്റെ ഒരു റൂബ്രിക്കിന്റെ പേരിൽ ഉണ്ടാകുന്ന കല്ലുകടിയോ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളോ അല്ല ഇവിടെയുള്ളത്. ഇവിടെയുള്ളത് നിലപാടുകൾക്ക് വേണ്ടിയും നീതിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും സുതാര്യതയ്ക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ഒരു സമൂഹത്തിന്റെ നിലവിളിയാണ്.
അതിവിടെ ഉണ്ടാവുക തന്നെ ചെയ്യണം, ഉണ്ടാവുക തന്നെ വേണം. സ്നേഹം നിറഞ്ഞവരെ, ഇത്രയൊക്കെ ഉത്തേജിപ്പിക്കാൻ എനിക്ക് അറിയാവുള്ളൂ. എങ്കിലും നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അത് തരുന്നൊരു ബോധമുണ്ട്, അത് തരുന്നൊരു ബലമുണ്ട്, അത് തരുന്നൊരു ആത്മാഭിമാനമുണ്ട്. എത്ര വട്ടം നമ്മൾ കൂടി, എത്ര വട്ടം ഇത് അവസാനത്തേത്, ഇനി ഇത് അവസാന പോരാട്ടം എന്ന് പറഞ്ഞ് എത്ര പോരാട്ടം നമ്മളിപ്പോ കണ്ടു. എന്നിട്ട് അവസാനിക്കുന്നുണ്ടോ? നമ്മൾ പോരാട്ടം നിർത്തുവോ? അതുമില്ല. ഈ പോരാടാനുള്ള മനസ്സാണ് പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബലം. സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ ഒക്കെ നമ്മളെ ഞെരുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും ഇവിടെ തളരാത്ത കുറച്ച് മനുഷ്യരുണ്ട്. അവരുടെ ഉള്ളിലുള്ള നീതിബോധമുണ്ട്. അത് മാത്രമാണ് നമുക്കുള്ള ക്രിസ്തുവിന്റെ ഏക വെളിച്ചം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും ആ പഴയ സിനിമയിലേക്ക് തന്നെ വരാണ്. ആ സിനിമയുടെ പേര് തുടരും എന്നുള്ളതാണ്. ആ സിനിമ അവസാനിക്കുമ്പോൾ തനിക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും അവസാനം തീർത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോകുന്ന ഒരു മോഹൻലാൽ ഉണ്ട്. അവിടെ സിനിമ എഴുതി കാണിക്കുന്നത് മോഹൻലാൽ തുടരും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ അതിരൂപത മുന്നോട്ട് പോകുമ്പോൾ ഈ ആത്മായ മുന്നേറ്റം, ഈ പ്രബുദ്ധത, ഈ കരുത്ത് ഇവിടെ തുടരും. അവസാനിക്കാൻ പാടില്ല, തുടരുക തന്നെ ചെയ്യും. എല്ലാ അഭിവാദ്യങ്ങളും.